ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ലൈമിൻ്റെ ഒരു സോപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്കിന്ന് വരണ്ടിട്ടുള്ള ചർമ്മമുള്ളവർ ഒത്തിരി പേരുണ്ടാവും. അവർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും അങ്ങനെയുള്ള കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റിയ സോപ്പാണ്. എന്താണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളുടെ സോപ്പ് ബേസ് മെയിനായിട്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്, റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്, ഫ്രാഗ്രൻസ് ഓയിൽ ലൈമിൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ല മണമാണ്, ഒത്തിരി പേര് വാങ്ങണതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറേ പേര് റെക്കമെൻഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വരണ്ട ചർമ്മത്തിനുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരുമെന്ന് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് വൈറ്റമിൻ ഇ ആണ് ഇപ്പം കാണിച്ചിട്ടുള്ളത്. ഇത്രയും ഐറ്റംസ് നമുക്ക് മതി. ഇനി ഞാൻ ഇത് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 250 ഗ്രാം സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു അര സ്പൂൺ, വലിയ സ്പൂൺ തന്നെയാണ്, വലിയ സ്പൂണിൽ അര സ്പൂൺ കണ്ട അത്രയും നമ്മുടെ ലൈമിൻ്റെ ജെല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജെല്ല് നമ്മൾ തന്നെ മേക്ക് ചെയ്യുന്നതാണ്, സെയിലിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജെല്ല് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ജെല്ല് പെട്ടെന്ന് ഇതിൽ ഉടയുന്നില്ലെങ്കിൽ നിങ്ങൾ ഡബിൾ ബോയിലിങ് ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് സ്മെല്ല് ആഡ് ചെയ്യുമ്പോൾ മാത്രം എടുത്ത് വെളിയിൽ വെച്ചിട്ട് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുപ്പിൽ വെച്ചിട്ട് സ്മെല്ല് അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ട് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മോൾഡിൽ വരണം പത അപ്പം തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കുമ്പോഴത്തേനും പതയൊട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് റബ്ബിങ് ആൽക്കഹോൾ അടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല കേട്ടോ. റബ്ബിങ് ആൽക്കഹോൾ അടിക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു കാണിക്കുന്ന രീതിയിൽ ചെയ്താലും പറയുന്ന രീതി ചെയ്താലും നല്ല പോലെ സോപ്പിൻ്റെ മുകളിൽ പതയില്ലാണ്ട് കിട്ടും കേട്ടോ. ഇനി ഞാനിതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിന് ഒരു 1 ml ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ റോസ് വാട്ടർ ഒരു 1 ml ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണെങ്കിലും വേണം, കാരണം ഒരു നല്ലൊരു ലെമണിൻ്റെ കളറ്, ഒരു യെല്ലോയിഷ് കളർ കിട്ടണമെങ്കിൽ കളർ ആഡ് ചെയ്ത് തന്നെ കൊടുക്കണം. നമ്മൾ കോസ്മെറ്റിക് ഗ്രേഡ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. കാരണം കോസ്മെറ്റിക്സിൻ്റെ സാധനം തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഫുഡ് കളർ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ തന്നെ യൂസ് ചെയ്ത് കൊടുക്കുക, ഉപയോഗിക്കുക കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 2.5 മില്ലി ഫ്രാഗ്രൻസ് ഓയിൽ, ലെമണിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല മണമാണ്. നല്ല ലെമണിൻ്റെ സോപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും തന്നെ ലെമൺ സോപ്പ് ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് എന്താണെങ്കിലും ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു, കാരണം ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ പതയൊന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ മാറ്റിയെടുത്ത് കളയുക. ഇനി നമുക്കതുണ്ട് സ്പൂൺ ഇങ്ങനെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ പതയൊക്കെ കുറേയൊക്കെ അതിലേക്ക് വീഴാണ്ടിരിക്കും. അപ്പം കുറച്ച് മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മുകളിൽ സോപ്പിൻ്റെ മുകളിൽ വരണ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ പത അപ്പം തന്നെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ സോപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. സോപ്പ് ബേസും അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി സോപ്പ് ബേസും പെട്ടെന്നൊന്നും അലിഞ്ഞ് തീരില്ല, നല്ല കട്ടി ഉണ്ടാവും, നല്ല പതയുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സോപ്പ് ബേസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ക്രീം ബേസുകൾ, ഷാമ്പു ബേസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം ഏതെങ്കിലും ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പതയെല്ലാം ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സൈഡിലേക്കൊന്ന് മാറ്റി കളയുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, അത് ഒന്ന് മാറ്റി കളയുക. അപ്പോൾ ഇങ്ങനെ ആയിട്ടെടുക്കണ്ട, കുറേ വരയും കുത്തൊക്കെ ഉണ്ട്. ഇതിൻ്റെ മോൻ വരച്ച് വെച്ചേക്കുന്നതാണ്. മോൾഡ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ഡിസൈൻസൊക്കെ കാണുമ്പോഴത്തേനും ആളെടുത്തിട്ട് പോയി കാണാണ്ട് വരച്ച് വെക്കും. ഞാനിത് ഈ സോപ്പ് കൊടുക്കാനായിട്ടുള്ളതല്ല, കുറേ പേര് റെക്കമെൻഡ് ചെയ്തു, ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സ്കിന്നിന് പറ്റി സോപ്പ് ചെയ്ത് കാണിക്കുമെന്ന്. അതുകൊണ്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ഈ ഒരു മോൾഡിൽ ഇപ്പം സോപ്പിൽ കുറച്ച് ആ ഒരു പേനയുടെ ഇതുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ആ പേനയുടെ ഇത് പോക്കോളൂ കേട്ടോ. സോപ്പിലുള്ളതല്ല, മോൾഡിലുള്ളത്. സോപ്പിലുള്ളത് നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ, കുറച്ച് ഒന്ന് പതച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു സംഭവം പോയി കിട്ടും. അപ്പോൾ ഇതുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ഗ്ലാസ് പോലുള്ള ഒരു
സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു മോൾഡ് കാണാൻ തന്നെ. മോൾഡിൽ ഒരു ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ പല പല 2 ഷെയ്ഡൊക്കെ വെച്ചിട്ട് ഒഴിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഈ മോൾഡിൽ. കണ്ടോ, ആ ഒരു ലീഫ് വരുന്ന ഭാഗത്ത് വേറൊരു ഷെയ്ഡ് ഒഴിച്ചിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ മോൾഡ് ഒഴിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഡെക്കറേറ്റീവായിട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.